ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, എന്തിനാ വെറുതെ നീട്ടണം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഉദ്ദേശം അഭിലാഷമൊക്കെ ഞാൻ പറയാം. ആദ്യം തന്നെ ഇന്നലെ മെൻസ് ഡേ ആയിരുന്നു. ഇന്നലെ ഇവിടെ ഫസ്റ്റ് സ്നോഫോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുന്നേ മഞ്ഞൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ മനാലി പോയിട്ടായിരുന്നു, പക്ഷെ അവിടെ മഞ്ഞ് കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ വെള്ളപ്പൊക്ക സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ മെൻസ് ഡേ ആയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതൊന്നല്ല വിഷയം, എന്താ വിഷയം? അപ്പോൾ രാവിലെ ഭർത്തു മുടയായിരുന്നു, കാരണക്കാരി വരാറില്ല, ഞാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭർത്തു വരുമ്പോൾ ഭർത്തുവിന് ഞാനൊരു ആർട്ട് വർക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന്, ഞാൻ തന്നെ സ്വന്തമായിട്ട് വരച്ച് പെയിൻറ്റ് ചെയ്ത് ഭർത്തുവിൻ്റെ മോന്ത അതിങ്ങനെ കൊടുക്കാം, സന്തോഷിക്കട്ടെ. അപ്പോൾ ഞാൻ വരയ്ക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വരയ്ക്കാൻ പോകണമെന്ന്. അല്ല, ഞാൻ ഭർത്തുവിൻ്റെ മോന്തയിൽ കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അതിൽ 99.9% കിട്ടാവുന്ന പോലെ 99%ഉം കോമഡിയാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ സ്റ്റിക്കർ മൊത്തം ഭർത്തുവാണ്. അപ്പോൾ അതൊന്നല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ടൊരു ഫോട്ടോ വേണമായിരുന്നു ഫ്രെയിം ചെയ്ത് വെക്കാൻ, എന്നാൽ കുറച്ച് കോമഡി ആയിരിക്കണം. അപ്പോൾ ഇതിലത്തെ ഞാൻ ഇതിലിട്ട വീഡിയോസിലെൻ്റെ ഒരു ബ്ലൂ ടീഷർട്ടിലൊരു വീഡിയോയിലത്തെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് അത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ വേറെ കോമഡി ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ കണ്ണും മൂക്കൊക്കെ വരയ്ക്കേണ്ടി വരും. ഇതാണെങ്കിൽ ഞാനൊരു സൺഗ്ലാസ് വെച്ചൊരു ഫോട്ടോ ആണ് ചൂസ് ചെയ്ത്, കാരണം അതല്ലാണെങ്കിൽ കണ്ണ് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വരച്ച് പെയിൻറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അതാണ് കാര്യം. അപ്പോൾ വരയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചാറ്റ് ജി പി ടിനോട് അങ്ങോട്ട് ചോദിച്ചു, ചാറ്റ് ജി പി ടി ഈ ഫോട്ടോൻ്റെ ഔട്ട്ലൈൻ ഒന്ന് എനിക്ക് തരാമോ, കാരണം എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അത് അതിൻ്റെ ഹിസ്റ്ററി പോയിട്ടല്ലോ, ഞാൻ സ്ക്രീൻഷോട്ട് വയ്ക്കുകയാണ് ചാറ്റിൻ്റെ. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ അറിയില്ല, പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊന്നും അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് കെഞ്ചി ചോദിച്ചു, ഒന്ന് തരുമാവോ പ്ലീസ്. അപ്പോൾ അവരെന്നെ സഹായിച്ചു. എന്നിട്ട് എനിക്കൊരു ഔട്ട്ലൈൻ അയച്ചു തന്നു ഭർത്തുവിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ലാപ്ടോപ്പിലാക്കിയിട്ട് ട്രേസ് ചെയ്തിട്ട് ഞാൻ വരച്ചുണ്ടാക്കി പെയിൻറ്റ് ചെയ്താന്ന് പറയും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അത് ചിലപ്പം ഭർത്തുവിനെ കണ്ടിട്ട് ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും ബെഡ്റൂമിൽ എവിടെയെങ്കിലും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഞാൻ തുടങ്ങണേക്ക് മുമ്പ് ഐശ്വര്യമായിട്ട് ഞാൻ ഇസിനോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നലെ മാത്രം പെയ്ത മഞ്ഞുവ്. കൊള്ളാല്ലേ? എനിക്കിപ്പോൾ പാസ്വേഡ് ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല, കാരണം കുറേ പാസ്വേഡ്സ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് ചിലപ്പോൾ ആയിരിക്കും. എൻ്റെ പാസ്വേഡൊന്നും ഓർമ്മയില്ലെങ്കിലും ഭർത്തുവിൻ്റെ എല്ലാ പാസ്വേഡും എനിക്ക് ഓർമ്മയുണ്ടാവും. ബ്ലാക്ക് അല്ലേ ഭാഗ്യം, ഞാൻ കാണില്ലായിരിക്കുന്നു. A few years later. ഗൈസ്, സക്സസ്ഫുള്ളി ഞാൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ പക്കയാക്കി കളറൊക്കെ ചെയ്ത് ഇതാ ബിഫോർ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ട്രാൻസിഷനെ കാണുന്ന പോലെയല്ല, ഭയങ്കര കഷ്ടപ്പെട്ട്. ഞാൻ ഐ തിങ്ക് 2 hours കഴിഞ്ഞു. വയ്യാട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മുടിയും, പിന്നെ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതിന് ഐ ഗോട്ട് നോ ലൈസൻസ് എന്ന് എഴുതിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ മുകളിൽ. പിന്നെ ഈ 2 ഹെയർ, അതാണ് എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോയിൽ, പക്ഷെ എനിക്ക് ഇടണം തോന്നി. പിന്നെ എൻഗേജ്മെൻറ്റ് റിങ്ങിൽ ഞാൻ കൂട്ടൂസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എഴുതാണ്ടിരുന്ന പ്ലാൻ, പക്ഷെ കുറച്ച് മഞ്ഞമായിട്ടിരിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഹായ് BSTK, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്താ ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. അങ്ങനെ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വോക്ക് ചെയ്യുമ്പോൾ ഇതൊരു പ്രചോദനമായി മാറട്ടെ. ഓക്കെ, ഇനി ബാക്കി ഭർത്ത് വന്നിട്ട് കാണാം. ഇത് നീ ഒറ്റയ്ക്ക് വരച്ചതാ? എങ്ങനെ വരച്ചു പറ. ഞാൻ പെയിന്റും ചെയ്തു ഞാൻ തന്നെ. അതെങ്ങനെ വരച്ചു നീ പറ. ഞാൻ ലാപ്ടോപ്പില് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ട്രേസ് ചെയ്തു, എന്നിട്ട് ഞാൻ പെയിന്റ് ചെയ്തു.
എഡ്വാ മോനെ സെറ്റ് സാധനം. എന്തൊക്കെ എന്തത്? 2 മുടി നിങ്ങളിടയ്ക്ക് വരാറില്ല, അത് ക്യൂട്ടായിട്ടില്ല. ശരിയായ രോഹിത്തോ അതെന്തത്? കൂട്ടൂസ് വിറ്റായില്ല, KUTO മാത്രമേ ഉള്ളൂ. ഐ ഗോട്ട് നോ സീറ്റ് ബെൽറ്റിന് മുകളിലെങ്ങനെ എൻ്റെ ബുദ്ധി. ശരിയായ എടി, ഇത് കിടിലും. ഗ്രൂപ്പിലിട്ടുവോ? നിങ്ങളെ കാണിക്കണ്ടേ പൊട്ടാ? ഞാൻ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അറിയോ? നിങ്ങൾ പണി ചെയ്യുന്ന ടേബിളിന്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഹായ് BSDK കണ്ടിട്ട് സൂപ്പർ ആയിട്ടില്ലേ? നൈസ് ആയിട്ടുണ്ട്. ചുണ്ടും പല്ലൊക്കെ നോക്കൂ. ശരിയായ. ഞാൻ ആദ്യം മറ്റേ സ്റ്റിക്കറില്ലേ അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വായിക്കാറില്ല അത്, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാ. കുറച്ച് ഈസി ആയിട്ടുള്ളത് സർപ്രൈസ് ആയില്ല മോനെ ഞെട്ടിനെ. ഇത് ശരിയായ സർപ്രൈസ്.